സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ജപമാല കൈകളിൽ എടുക്കുക. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓ ദൈവമേ, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം മൈ ഗോഡ് ഈസ് ആക്റ്റീവ്, ഹി ഈസ് വർക്കിംഗ് ഇൻ മൈ ലൈഫ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഈ മരവിപ്പിനെ മറികടക്കാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഈ അവസ്ഥയെ തരണം ചെയ്യാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ നിന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്നു. പുറകോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഫറവോയുടെ സൈന്യം അവരെ പിടികൂടാൻ ധൃതിയിൽ വരുന്നു. ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയിടം, മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല. എന്നാൽ അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ വഴി തുറന്ന് ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം മൈ ഗോഡ് ഈസ് വർക്കിംഗ്, ഹി സ്റ്റിൽ ആക്റ്റീവ്. എൻ്റെ ദൈവം കല്ലിലും മണ്ണിലും എവിടെയെങ്കിലും മാറിയിരിക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് എൻ്റെ സഹനങ്ങൾ കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം കളിക്കളത്തിന് പുറത്തു നിന്ന് കളി കാണുന്നൊരു ദൈവമല്ല, മറിച്ച് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ നടക്കുന്ന വഴികളിൽ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ആ വലിയ ആഗ്രഹം കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവേ, ശുശ്രൂഷ സമയത്ത് ഈ മണ്ണിൽ ആരെല്ലാം കാലുകുത്തുന്നുണ്ടോ അവരെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവേ, വചനം എവിടെയെല്ലാം ആരെല്ലാം കേൾക്കുന്നുണ്ടോ, ഏതു മതവിശ്വാസിയാണെങ്കിലും, ഏത് ജാതിയിലും വർഗത്തിലും ഏത് ജീവിത അവസ്ഥയിലുള്ള വ്യക്തിയിലാണെങ്കിലും, കർത്താവെ, ആ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം നല്ല ഒന്നാന്തരം വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ മാത്രം ജീവിതത്തിൽ എന്താ ഇങ്ങനെ, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ മകൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ മകളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം എന്നിങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങോട്ട് വായിച്ചോ. എന്താ വചനം പഠിപ്പിക്കുന്നത്? 1 Corinthians chapter 10 verse 13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ജപമാലയും പിടിച്ചോണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ.
ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? പറ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? നീ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ, എടോ ഇതുപോലെ ഒത്തിരി പേർ കൊണ്ടെന്ന്, ഇതെല്ലാ വീട്ടിലും ഉണ്ടെന്ന്. ഇത് മനുഷ്യ സാധാരണമൊന്നുമല്ല. എല്ലാ വ്യക്തി ജീവിതത്തിലും പല രൂപത്തിലും ഭാവത്തിലും അനുഭവിക്കുന്ന സംഭവമാണ്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞേ ആമേൻ. എന്നിട്ട് വചനം പറയണെന്നറിയോ? ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തനല്ല. ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് വചനം പറയുന്നത്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ അർത്ഥം, നിനക്കിപ്പോ ഉള്ള ഈ കുരിശിനെ, ഇപ്പോ ഉള്ള പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആമേൻ, ആമേൻ. ചിലര് പറയത്തില്ല, അയ്യോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അല്ല, താങ്ങാൻ പറ്റും. അയ്യോ ഈ ഭർത്താവിനെ ഞാൻ എന്ത് ചെയ്യും? അയ്യോ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതല്ല, നിനക്ക് പറ്റും. നിന്റെ മകന്റെ കാര്യം, മകളുടെ കാര്യം, വീട്ടിലെ കാര്യം, ഏത് പ്രശ്നം ചങ്കുറപ്പോടുകൂടെ വിശ്വസിക്കണം. എന്റെ ദൈവം നൽകുന്ന വാഗ്ദാനം എന്താണ്? എനിക്ക് ഇവയെ കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവം എന്നെ സഹായിക്കും. എനിക്ക് പറ്റുമെന്ന് ദൈവം എന്നെ ബലപ്പെടുത്തും. എന്നിട്ട് ഒരൊറ്റ സുന്ദരമായ വചനം കൂടെ ഉണ്ട് അതിന്റെ കൂടെ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിനക്ക് തരും. നിനക്ക് തരുമെന്ന്, നിനക്കൊരു ശക്തി ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഞാനൊരു കുടുംബം, ആ കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ, ആ കുടുംബത്തിലെ കുടുംബനാഥ ഒരു പാവപ്പെട്ട സ്ത്രീ, പുറത്തുപോയി കടയിൽ പോയി ഒരു സാധനം പോലും വാങ്ങാനായിട്ട് പൊതുവെ അതിനുള്ള അവസരം ഇല്ല വീട്ടിൽ. കാരണം ഭർത്താവ് വളരെ ആക്റ്റീവാണ്. പക്ഷെ ഈ സ്ത്രീ ശാന്തമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന വീട്ടിലെ ഒരു ശാന്തമായ സ്ത്രീ. ഇവർക്കൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭർത്താവാണ് എല്ലാം നോക്കുന്നത്. നല്ല സന്തോഷത്തോടെയുള്ള കുടുംബം. ഒരു അപകടത്തിൽ ഭർത്താവ് മരിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഈ ഇവരുടെ ബിസിനസ് നടത്തും? ആരിവിടുത്തെ കാര്യങ്ങൾ നടത്തും? മകനാണെങ്കിൽ ഉള്ളത് ഒരുത്തൻ കാനഡയിൽ, മകളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഈ കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? നാട്ടുകാരെല്ലാം പറഞ്ഞു, തീർന്നു, ആ കുടുംബം തീർന്നു. ഇനിയിപ്പം അവളെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല, പാവം, അതിനെന്നാ ചെയ്യാനാ? എന്നാ നിങ്ങൾക്കറിയോ, ഭർത്താവിന്റെ മരണം വല്ലാണ്ട് ഭാരമാണ്. പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച സ്ത്രീ, ഇന്നീ സ്ത്രീ സ്വന്തമായിട്ട് കാർ ഓടിച്ച് ആ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നു, മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നു, കടയിൽ പോകുന്നു. എന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം, ഒരു പ്രായം വരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നു. ആ സഹോദരിയോട് ഞാൻ ഇതെങ്ങനെ ബലം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്ന വചനമാണ് ഈ വചനം. ഏതാണെന്നറിയാവോ? പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരുമെന്ന്. നിനക്കൊരു ക്രൈസിസ്, ഒരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ട ശക്തിയും കൂടെ ദൈവം നിനക്ക് അങ്ങ് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ മറിയം, നമ്മൾ നേരത്തെ വചനത്തിൽ പഠിച്ചില്ലേ, മാലാഖ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വഴിയിൽ ഇട്ടിട്ട് പോയെന്നല്ല അതിന്റെ അർത്ഥം. അവയെ നേരിടാൻ വേണ്ട ചങ്കുറപ്പ് കിട്ടിയെന്ന് ഈ സ്ത്രീക്ക്. മറിയം എന്ന് പറയുന്ന നമ്മൾ വചനത്തിൽ പഠിക്കുന്ന മറിയം ആരും കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടി, ജീവിതത്തെ നേരിടാനുള്ള ബലം. അതുകൊണ്ടാണ് കാൽവരി മലയിൽ സ്വന്തം മകൻ പെടഞ്ഞു വീണ് മരിക്കുമ്പോഴും ഈ അമ്മ പ്രാർത്ഥനയോടെ ആ കുരിശിൻ ചുവട്ടിൽ നിന്നത്. ആ സുന്ദരമായ പിയാത്ത ചിത്രത്തിൽ മകന്റെ ചേതനയറ്റ ശരീരത്തെ ഇങ്ങനെ നേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ അമ്മയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ട എന്നാന്നറിയോ? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടത് ഈ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബലം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ മതി, അപ്പ ഡിം. കണ്ടിട്ടില്ലേ ചിലരോട് ചോദിക്കും, നിന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനു കൊള്ളാം? പിന്നെ ഇങ്ങനെ സ്വയം ചിന്തിച്ച് എന്നെ എന്തിനു കൊള്ളാം? പിന്നെ മുറിക്കകത്ത് പോയി ഇരുന്ന് എന്നെ എന്തിനു കൊള്ളാം? എന്നെ എന്തിനും കൊള്ളിയാൽ. മറ്റുള്ളവർ പറയുന്നൊരു വാക്കിൽ കുടുങ്ങി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. നാട്ടുകാർ പലതും പറയുന്നു, നിനക്ക് ചുറ്റുവട്ടത്തുള്ളവർ പലതും പറയും. മറ്റുള്ളവർ പറയുന്ന വാക്കുകളിൽ നിനക്കുണ്ടാവുന്ന ഒരു സംഭവത്തിലും കുടുങ്ങി തീരാനുള്ളതല്ല നിന്റെ ജീവിതം. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, രോഗങ്ങൾ പലതും ഉണ്ടാവും. ജീവിതം പല രീതികളിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇട്ടിട്ട് പോകാനാണോ? അല്ലെന്ന്. നിന്റെ ഉള്ളിൽ ഒരു ചങ്കുറപ്പ് വേണം. അതിനാ ജപമാല ചൊല്ലുന്നത്. ഈ ജപമാല നിനക്ക് നൽകുന്നത് ചങ്കുറപ്പിന്റെ ബലമാണ്. ഏത് പ്രതിസന്ധി വന്നാലും അവയെ കൈകാര്യം ചെയ്യാനുള്ള ചങ്കുറപ്പ്. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? അമിതമായ ആകുലത. ഇപ്പൊ ധ്യാനത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ചിലര് പറയുന്ന ആദ്യത്തെ കാര്യം അച്ഛാ, ടെൻഷൻ അച്ഛാ, ടെൻഷൻ, ആങ്സൈറ്റി. എന്താണ് ഈ ആകുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആകുലത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യം വ്യക്തം. ദൈവത്തിലുള്ള ആശ്രയത്തില്ലെന്ന്. നീ ഇങ്ങനെ ആകുലപ്പെട്ടോണ്ടിരുന്ന കാര്യം വല്ലതും നടക്കൂ? നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആരാ? നിന്റെ ദൈവം. നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന നിന്റെ ദൈവം. നിനക്കൊരു ദൈവമുണ്ടെന്ന്, നിനക്കൊരു ദൈവമുണ്ടെന്ന്. കഴിഞ്ഞ ധ്യാനത്തിന്റെ സമാപനത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് പോകാൻ പോവാ, പക്ഷേ ടെൻഷനാ അച്ഛാ, ടെൻഷൻ. ഞാൻ ചോദിച്ചാ എന്നാ പറ്റി? അച്ഛാ ഞാൻ ധ്യാനത്തിന് വന്നതേ മദ്യപാനം നിർത്താനാ. ഞാൻ നിർത്തി അച്ഛാ. പക്ഷെ അച്ഛാ ഞാൻ പോകുന്നത് അച്ഛാ എൻ്റെ സാഹചര്യം അത്ര ശരിയല്ല. എൻ്റെ കൂട്ടുകാര്, എൻ്റെ ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ അടുക്കലോട്ടാ പോകുന്നത്. അവിടെ പോയാൽ ഞാൻ വീണ്ടും കുടിച്ചു പോകും എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലല്ലേ? നീ നിന്നിൽ തന്നെ ആശ്രയിക്കും തോറും നിന്റെ ആകുലത വർദ്ധിച്ചോണ്ടിരിക്കും. നീ നിന്നിൽ തന്നെ ആശ്രയിക്കും തോറും എനിക്ക് കഴിവുണ്ടോ, എനിക്ക് എന്താണ് ബലം, എൻ്റെ എന്ന് ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വളരാൻ പറ്റില്ല. ആ വളർച്ച നമ്മുടെ ഉള്ളിൽ ആകുലതയായിട്ട് മാറും. ആങ്സൈറ്റി. ഇപ്പൊ ഇഷ്ടം പോലെ പേരുകളിലല്ല അറിയപ്പെടുന്നത്, അല്ലേ? എന്തോരം പേരാ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, എന്തെല്ലാം കാര്യങ്ങളാണ്. എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്നാൽ എന്ത്? സ്ട്രെസ് എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്കാണ്. അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞേ. കൃത്യം വാക്കറിയാം, പറഞ്ഞേ. പിരിമുറുക്കം. എന്നതാണ്? പറഞ്ഞേ. പിരിമുറുക്കം. എന്തിന്റെ പിരിയ? എന്തോ ഒരു പിരി, മനസ്സിന്റെ പിരി. മനസ്സിനൊരു പിരിയുണ്ട്, ഒരു താളമുണ്ട്. ചിലരുടെ പിരി മുറുകിയിരിക്കുന്നു, ചിലരുടെ പിരിയില്ല. ചിലർക്ക് പിരി ലൂസ്, ചിലരുടെ പിരി വെട്ടി, അങ്ങനെയൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ഉള്ളിൽ നിനക്കൊരു താളമുണ്ട്, ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഈ ചേട്ടൻ ചിന്തിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച ഒരാൾക്ക് ഒരു 25,000 രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം അതും കേട്ടോണ്ട് ഇവിടെ ഇരുന്നോണ്ട് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത അടുത്ത ആഴ്ചയിൽ ഒരാൾക്ക് കൊടുക്കാനുള്ള 25,000 രൂപ. ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് 25,000 രൂപ അടുത്ത ആഴ്ച. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇത് പറയുന്നു, ഇത് വർത്തമാന സമയം. അദ്ദേഹം ചിന്തിക്കുന്നത് അടുത്ത ആഴ്ചത്തെ കാര്യം. ഈ വർത്തമാന സമയവും അടുത്ത ആഴ്ചത്തെ കാര്യവും തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇടിക്കും. പിടി കിട്ടുന്നുണ്ടോ? അതിങ്ങനെ പിരി ഇങ്ങനെ മുറുകാൻ തുടങ്ങും. പിരി ഇങ്ങനെ മുറുകാൻ തുടങ്ങുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേദന, ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേദന, കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ വേദന, കാലിന് വേദന, കൈക്ക് വേദന, വയറിന് വേദന. സൈക്കോസൊമാറ്റിക് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ശാരീരിക രോഗമല്ല, നിന്റെ മനസ്സിലുണ്ടായതാണെന്ന്. നിന്റെ മനസ്സിലുണ്ടായ ആ പിരിമുറുക്കം,
നിന്റെ ഉള്ളിലുണ്ടായ പിരിമുറുക്കം നിന്റെ ശരീരത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ ആവോ? ഒട്ടുമുക്കാല രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ആണെന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മറിയത്തിന് എന്തെല്ലാം ഡിപ്രഷൻ അടിച്ച്, അല്ലേ, ആങ്സൈറ്റി അടിച്ച്, സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനേക്കാളും വലിയ സ്ട്രെസ് ഉണ്ടോ? മറിയം കടന്നുപോയ സ്ട്രെസ്സേ പിരിമുറുക്കം. എന്നാ പിരിമുറുക്കം! ആ സ്ത്രീ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോ ബന്ധുവായിട്ടുള്ള ഏലീശാമ ഗർഭിണി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. എന്ത് ചെയ്യും? അയ്യോ, ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ആകുലപ്പെടാൻ പോയാൽ അതിനെ സമയമുള്ളൂ. ആകുലത എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിന്റെ ഉള്ളിൽ നിനക്ക് ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഹന്ന സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഹന്നാമ്മയുടെ ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥനയുണ്ട്. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ആകുലതപ്പെട്ടതുകൊണ്ടാണ്. എന്നിട്ട് വചനം പറയുന്നത് അവിടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച അവസരത്തിൽ ഈ ഹന്നാമ്മയുടെ ഒരു പുരോഹിതൻ പറഞ്ഞു, സമാധാനമായിട്ട് പോവുക, സമാധാനമായിട്ട് പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. എന്നിട്ട് വചനം മുന്നോട്ട് വായിക്കുമ്പോൾ 15-ാം തിരുവചനം പറയുന്നു, 18-ാം തിരുവചനം പറയുന്നു, പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. സ്വയം ചിന്തിച്ചോണ്ടിരുന്നപ്പോൾ, ആകുലപ്പെട്ടോണ്ടിരുന്നപ്പോൾ ഉറക്കം പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നീ നിന്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നിന്റെ കഴിവിൽ നീ എന്ന വ്യക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് ഉറക്കം നഷ്ടപ്പെടും, പിരിമുറുക്കം കൂടും, ആങ്സൈറ്റി, ഡിപ്രഷൻ പലതരത്തിലാകും. ആശുപത്രി പോകും, മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചാൽ എന്താ പ്രത്യേകത? നീ പിന്നെ സഡേഷൻ മൂഡാണ്, അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് പോകും, അല്ലേ? അങ്ങനെ ഇരുന്ന് പോകും. ഇന്നത്തെ പിള്ളേര് ചോദിക്കുന്നത് ഏത് മൂഡ്, അതാ ചോദിക്കുന്നത്. നീ ഏത് മൂഡാന്നാ ചോദിക്കുന്നത്? ഏതാ വൈബ് ഏതാന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നൊരു കുടുംബം, ചെറുക്കൻ ക്ലാസ്സിൽ കയറുന്നില്ല, പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിച്ചെടാ കയറുന്നില്ല? അച്ഛാ, എനിക്കിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു വൈബില്ല. എന്തില്ലെന്ന്? വൈബില്ല. ഞാൻ ചോദിച്ചു, ഈ വൈബ് എപ്പോ വരും? വൈബ് വരുമ്പോൾ ഞാൻ കയറാം, എനിക്കൊരു മൂഡില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ ഉള്ളില് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജപമാല പിടിച്ചോളാൻ പറഞ്ഞത്. നമ്മുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയത്തില്ലേ? ചിലർക്ക് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഒരു മൂഡ്, 10 മണിയാകുമ്പോൾ വേറെ ഒരു മൂഡ്, 12 മണിയാകുമ്പോൾ അടുത്ത മൂഡ്, ഉച്ച കഴിയുമ്പോൾ വേറെ മൂഡ്. ഇതേത് മൂഡ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? നിന്റെ ഉള്ളില് ഈ ജപമാല നൽകുന്ന ബലം, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, സാഹചര്യങ്ങൾ എത്ര വിപരീതമായിട്ടുണ്ടെങ്കിലും, ഈ ജപമാല പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിനക്ക് നൽകുന്ന ബലം ജീവിതത്തിലെ വ്യത്യസ്തമായ മൂഡുകളെ, വ്യത്യസ്തമായ അവസ്ഥകളെ ചേർത്ത് പിടിച്ച മറിയമാണ്. ഇട്ടിട്ട് പോയില്ലെന്ന് മറിയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു യാത്രയാണ്. എവിടെ തുടങ്ങുന്നു? ഫിയാത്തിൽ നിന്ന് തുടങ്ങി പിയാത്തയിൽ അവസാനിക്കുന്ന ഒരു യാത്ര. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 28-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ആകുലപ്പെടേണ്ട. എന്നിട്ട് അതിന്റെ മുമ്പോട്ട് നീങ്ങുമ്പോൾ 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. 33-ാം തിരുവചനം വായിച്ചു. 34 വായിച്ചോ. 34. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. വായിക്കാവോ? സെന്റ് പോൾസ് ലെറ്റർ ടു പീറ്റർ, പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം. നല്ല ഒന്നാന്തരം വചനം, ഇത് കാണാതെ പഠിച്ചോ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം വായിച്ചേ. 6-ാം തിരുവചനത്തിൽ എന്താ പറയണത്? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ
താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലിപ്പോകുമ്പോൾ ഓരോ നിമിഷവും നീ വിശ്വസിക്കണം, എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം എന്റെ ഉള്ളിലുണ്ട്. മറിയത്തിന്റെ മുമ്പിൽ നിന്ന് മാലാഖ മറഞ്ഞുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ചിട്ട് എല്ലാം വിട്ടിട്ട് ഇനി നീ സഹിച്ചോ എന്ന് പറഞ്ഞു പോയെന്നല്ല, അവളുടെ ഉള്ളിൽ അന്നു മുതൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി പരിശുദ്ധാത്മാവ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. സമാധാനം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമാധാനം. എല്ലാ ധാരണയെയും ചിന്തയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. അപ്പോൾ നിങ്ങളെ കാത്തുകൊള്ളുമെന്ന വചനത്തിന്റെ അർത്ഥം എന്താ? പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, സങ്കടങ്ങൾ പലതും ഉണ്ടാവും. അതിന്റെ എല്ലാം മധ്യത്തില് വീഴാതെ ജീവിക്കാൻ ഒരു ബലം ദൈവം തരും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ജപമാലയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈ ജീവിത വഴികളിൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃക തന്ന പരിശുദ്ധ മറിയം. ഇതൊരു യാത്രയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പിയാത്ത വിലയ്ക്കെത്തുന്ന യാത്ര ആരംഭിച്ചത് ലൂക്കാസ് വിശേഷം 1:38. ഫിയാത്തിൽ നിന്ന് പിയാത്ത വരെയുള്ള യാത്ര. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിത വഴികളിലെല്ലാം അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് നിങ്ങളിന്ന് കടന്നു പോകുന്ന യാതനകൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അനുഭവങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ, ശാരീരിക രോഗങ്ങൾ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ആ വിഷയങ്ങളിൽ മറിയത്തെ പോലെ ബലപ്പെട്ട് ജീവിക്കാൻ കൃപ തരണമേ. ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും അസ്വസ്ഥപ്പെട്ട് ജീവിതം നശിപ്പിക്കാനല്ല, മറിച്ച് ബലപ്പെട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിന്റെ ബലം നൽകണമേ. അഭിഷേകത്തിന്റെ ബലം നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. കർത്താവ്, എൻ്റെ ഉള്ളിൽ അത്രമേൽ വലിയ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഈശോയെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. അങ്ങ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്തോസ് 10:13 തിരുവചനം ഇതാ ഈ പരിശുദ്ധ അൾത്താര നിനക്ക് സമ്മാനിക്കുകയാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്ക് നേരിട്ടിട്ടില്ല. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ നിനക്ക് മാത്രമല്ല, അനേകർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം, പ്രതിസന്ധി, പരീക്ഷ, പ്രലോഭനം, അത് നീ ഒറ്റപ്പെട്ട സംഭവമല്ല, അത് അനേക മനുഷ്യർ കടന്നു പോകുന്നൊരവസ്ഥയാണ്. എന്നാൽ വചനം നൽകുന്ന ഉറപ്പ്, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അവിടുന്ന് നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല. ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് ദൈവം നിനക്ക് തരും. വിശ്വസിക്കൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകാൻ അനുവദിക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. ഈ ആരാധന മധ്യേ ആ വലിയ കൃപ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പത്രോസ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, 1 Peter chapter 5 verse 6 and 7. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ.
അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെയും അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യെസ്, ഏത് വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധ മറിയത്തെ പോലെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവമേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യെസ്, ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കട്ടെ. അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിൽ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എൻ്റെ ദൈവം. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഏറ്റെടുത്തുകൊള്ളൂ. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം നിന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോയിരിക്കുവല്ലെന്ന്. നിന്റെ ജീവിതത്തിലെ കണ്ണുനീര് കണ്ട് മാറി നിൽക്കുന്നവനല്ല, മറിച്ച് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ദൈവമേ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വലിയ അഭിഷേകം അനേകർക്ക് ഒഴുകുന്ന സമയം കൂടെയാണ്. സെലിൻ എന്നുള്ള ഒരു പേര്, ഒരു സഹോദരിയുടെ പേരാണ് കർത്താവ് വെളിപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞത് സ്വീകരിച്ച് പ്രാർത്ഥിച്ചോളൂ. ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കുകയാണ്. ഓൺലൈൻ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയൊരു സാമ്പത്തിക ഭാരം, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര, കർത്താവ് ഒരു വഴി തുറക്കും. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം എന്നിൽ ഇടപെടും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ വിശ്വസിക്കൂ. നിങ്ങളുടെ കണ്ണുനീരിലും നിങ്ങളുടെ ദുഃഖത്തിലും കർത്താവിന് ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുണ്ട്. എത്ര വലിയ തകർച്ചയാണെങ്കിലും കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിച്ചേറ്റെടുക്കട്ടെ. എന്നിലത് സംഭവിക്കട്ടെ, എന്നിലത് സംഭവിക്കട്ടെ. അലർജി രോഗ പീഡകൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന രോഗപീഡയെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കുന്നു. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. മകനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മേ, വിഷമിക്കണ്ട. കർത്താവ് വഴി തുറക്കും. ഈ കണ്ണുനീരിന് ഉത്തരമുണ്ട്. ലീനസ് എന്നുള്ള മറ്റൊരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശു കൂടെയുണ്ട്. ബോധ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ശക്തമായ തലവേദനയോടുകൂടി ഇവിടെ ആയിരിക്കുന്ന ചിലരെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്ക് ഈ കൃപ ലഭിക്കുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കണം. കർത്താവ് ഇതെന്നിൽ സംഭവിക്കുന്നു. ഈ നടുവിന് ശക്തമായ വേദന, എന്തോ കുനിഞ്ഞ് എടുത്തതിൻ്റെ ഭാഗമായി നടുവ് ഭാഗത്ത് വലിയ വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നത്, നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ബോധ്യം നൽകുന്നു. വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ആ വ്യക്തിക്ക് കൃത്യമായി സന്ദേശം ഇതാ കൊടുക്കുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു നിന്നിൽ ഇടപെടുന്നു. യേശു നിന്റെ ജീവിത വഴികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മേൽ 1 പത്രോസ് 5:6 ആകയാൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി ഓരോ വ്യക്തിയിലും നിറയട്ടെ. ഏത് ഭാരമാണോ, ഏത് അസ്വസ്ഥതയാണോ, ആ വിഷയത്തിൽ കർത്താവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. സാമ്പത്തിക വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. സ്ഥലം വിൽപ്പന മേഖലകൾ കർത്താവ് ഇടപെടട്ടെ. വീട് പണി പൂർത്തിയാക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ജസ്ന എന്നുള്ള മറ്റൊരു പെൺകുട്ടിയെ കർത്താവ് ഇതാ പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കാരുണ്യം ഒഴുകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭിത്തിയിൽ തല അടിയേറ്റതിന് ശേഷം ശക്തമായ തലയ്ക്ക് വേദനയും വിങ്ങനുമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സൗഖ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
1 പത്രോസ് 5-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം. എന്തെന്നാൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ചൊരിയപ്പെടട്ടെ. ഈ നാളുകളിലെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിനും നിന്റെ ബന്ധങ്ങൾക്കും മേൽ കർത്താവിൻ്റെ വലിയ ഒരു വഴി തുറക്കുന്ന ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന